ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ നോക്കാൻ പോണേ ഇന്ന് എന്തൊക്കെ വന്നു എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ട്, പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞുള്ള പാച്ച് അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. ടൈം കുറേ എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് ഗായ്സിന് ഇത് കയറാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ആ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടൈം പറയുമ്പോൾ 2 കയറുന്ന സാധനം അല്ലത്, കുറച്ചാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ വീഡിയോ ഉണ്ടാവുമല്ലോ, ആ വീഡിയോ കാണാം. അപ്ലോഡിങ് ആണല്ലോ, ഒന്നാവില്ലല്ലോ, ആവാനും സാധ്യത കുറവാണ്. ഒരു മിനിറ്റ് ഗൈസ്, 100 ഇനി കൂടി ആയാൽ മതി. ഓപ്പൺ എന്ന് വന്നാൽ നമുക്ക് ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫുട്ബോളിനെ ഒന്നുകൂടി എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അപ്ഡേറ്റ് വരും. ഫസ്റ്റ് ഇങ്ങനെ ആവുന്നില്ല, ഒരു ആവുമോ? ഇല്ല. ട്രിക്ക് പറഞ്ഞാൽ ട്രിക്കാണ്, ആ ട്രിക്ക് നടക്കാക്കില്ലല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇതാവുന്നില്ല. ഇതാ ഇത് എപ്പോഴും ഉണ്ടാവണം ഫോട്ടോസ് തന്നെയാണല്ലോ. നെയ്മർ, ലാമിയമാൽ, ഇതാരാ? ആരൊക്കെ ഉണ്ട്? നമുക്ക് ഇവിടെ നിന്ന് കൂടി നോക്കാം. എത്ര ഉള്ളൂ അല്ലേ? ഇൻസ്റ്റാളിങ് ഫസ്റ്റിക്കൊന്നും ആവില്ലല്ലോ. കുറേ കാര്യം ഇൻസ്റ്റാളിങ് ഒക്കെ ഈ ഫുട്ബോളിൽ കണ്ടിട്ടേ. നമുക്കെന്തായാലും വന്നിട്ട് കാണാം. ഗൈസ്, പ്ലേ വന്നിട്ടുണ്ട്, നമുക്ക് പ്ലേ നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഈ ഫുട്ബോളിലോട്ട് കയറുകയാണ്. പിന്നെ എന്തൊക്കെ വന്നു നോക്കാം. നമ്മളിപ്പോൾ നോക്കുക കേട്ടോ, എന്തൊക്കെ വന്നോ, എന്തൊക്കെ വരാൻ സാധ്യത. ഞാൻ പറഞ്ഞ ഒരു പ്ലെയർ ഓഫ് ദി മിക്കവാറും അത് തന്നെ ആവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ റുമി വന്നു. ബയൻ്റെ പാക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. റുമിൻ്റെ ജർമ്മനി ആവാൻ സാധ്യത. കാരണം എന്താ വെച്ചാൽ ബയൻ്റെ പാക്കിനെ ഇപ്പോൾ ലൈസൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇതിലാവും വരാൻ സാധ്യത, ജർമ്മനിയിലാവും വരാൻ സാധ്യത കൂടുതൽ. ജർമ്മനിക്ക് നമുക്ക് കൊടുക്കാം. നമ്മളേതായാലും കളിയിലോട്ട് പോവാം. എനിക്ക് ഡൗട്ട് എന്താ പറയുമോ, കുറേ എനിക്ക് അപ്ഡേറ്റ് ആണുണ്ട്. എൻ്റെ കമൻട്രി അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തീരുമാനമായി. ടൈം കുറേ ആവുമല്ലോ, ടൈംസ് ആവും. അതൊക്കെ എന്താ ഡൗൺലോഡ് ഇതെന്താ ഇത് പെട്ടെന്നായി. ഇത് ലൈവ് അപ്ഡേറ്റിന് പ്രോഗ്രസ് ആണ്, ലൈവ് അപ്ഡേറ്റ് ആണ് ഗൈസ്. അതെ, ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ഉണ്ടാവും സാധ്യത. ഇത് പാച്ച് അപ്ഡേറ്റ് ആയതുകൊണ്ട് അത് മൈനർ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പാച്ച് അപ്ഡേറ്റിൽ ഉണ്ടാവലുണ്ടോ അറിയില്ല. പിന്നെ എന്തായാലും ഇനി കുറച്ച് ടൈം എല്ലാവരും അതിനെ കൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൊക്കെ കൊണ്ട് നോക്കിക്കുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ് എത്തിയിട്ടുണ്ട്. പാക്ക് നമ്മൾ ആരും വിചാരിക്കാത്ത പാക്കാണ് ഗൈസ് വന്നിട്ടുണ്ട്. എഡ്രിയാനോ, ഡെൽപിയറോ, അലക്സാണ്ടർ, പാറ്റോൻ്റെ ആദ്യത്തെ പാക്കാണ്. ഡെൽപിയറോയും എഡ്രിയാനോയും പൊളിക്കും ഗൈസ്. ഡെൽപിയറോ പറഞ്ഞാൽ വുമൻ ഡ്രിബിളിങ്ങും ബ്ലിറ്റ്സ് കോളറുമായിട്ടാണ് വന്നിട്ടുണ്ട്. ഡെൽപിയറോ കത്തും ഗൈസ്, ഡെൽപിയറോനെ കിട്ടിയാൽ കത്തും. പിന്നെ എഡ്രിയാനോ ബുള്ളറ്റ് ഹെഡറും ലോ സ്ക്രീമറും ആണ് എഡ്രിയാനോക്ക് കിട്ടിയ സ്കില്ല്. പിന്നെ അലക്സാൻഡ്രോ പാറ്റോ കിട്ടിയ സ്കില്ല് ആക്സിലറേഷൻ ബസ്റ്റ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഓരോ ഇത് ഏതാന്ന്. എന്താ നമ്മളെ ഇപ്പം വരുന്നത് ഡെൽപിയർ എന്ന ഗോൾ പോച്ചറിലാണ്. അപ്പോൾ എഡ്രിയാനും വരുന്നത് മിക്കവാറും ഗോൾ പോച്ചറിനാവും. ഗോൾ പോച്ചറിൽ തന്നെയാണ്. ഈ ബനും കൂടി ഗോൾ പോച്ചറാണെന്നുണ്ടെങ്കിൽ ഗോൾ പോച്ചർ കാർഡ് ആക്കിയാൽ മതി. ഗൈസ് 3 ഗോൾ പോച്ചറാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളി. ഞാൻ വേണമെങ്കിൽ ഒരു ബാക്ക് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ ദീർഘവിത്തിൻ്റെ ഇതുണ്ടാവും. ദീർഘവിത്ത് തീരുന്നുണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല. ഇപ്പോൾ 3 ദിവസത്തെ കൊണ്ട് അടുത്ത ആഴ്ച വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെനാൾട്ടി ഇന്ന് തേഴ്സ്ഡേ തേഴ്സ്ഡേ എല്ലാവരും ലെഫ്റ്റ് കൊടുക്കും കേട്ടോ. ഫ്രൈഡേ റൈറ്റേ കൊടുക്കാൻ പാടുള്ളൂ. തേഴ്സ്ഡേ ലെഫ്റ്റ് കൊടുക്കണ്ട. അത് ഇതാണ് ട്രിക്കാണ്. ആ ട്രിക്ക് വല്ലാത്ത ട്രിക്കാണ്. അത് ഇന്നത്തെ ഇതിനനുസരിച്ച് നമ്മൾ നോക്കണമായിരുന്നു. പിന്നെ ഗൈസ് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിഷൻസ് പോയിട്ട് ഇതെടുക്കുക. അപ്പോൾ ലോഗിൻ്റെ ആണ് കിട്ടിയത്. ലോഗിൻ ഫോർ 1 ഡേ ലോഗിൻ ഉണ്ട് ഗെയിം ആണ് കിട്ടിയത്. ഇനി ഇതിൽ കോയിൻസ് ഇല്ല ഗൈസ്. ഗോൾഡ് കോയിനാണ് നമുക്ക് വേണ്ട സാധനം. വേണ്ടതൊന്നും പിന്നെ പണ്ടൊക്കെ തരൂലല്ലോ.
അവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. റൗളിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. ദീർഘൂതിന് എന്തൊക്കെയായാലും കിട്ടിയിട്ട് കാര്യമില്ല, അത്രേ പറയാനുള്ളൂ. കിട്ടൂല, അതാ ഉദ്ദേശിച്ചിട്ടാ. ദീർഘൂതിന് എന്തായാലും കിട്ടൂല, ആവശ്യമില്ല. ദീർഘൂതിനൊന്നും വേണ്ടടാ. റോഡ്രിനെ കിട്ടിയ ഞാൻ പുള്ളി. CMF ഇല്ല, DMF ഇല്ല റോഡ്രി. നമുക്ക് റൗളിൻ്റെ ഒന്ന് വറക്കണം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇറ്റാലിയൻ ലീഗിൻ്റെ ഇത് നമ്മൾ കണ്ടു. പിന്നെ ജയ ലീഗിൻ്റെ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്. എന്താ പറയുക, നക്കായാമ, ഒക്കാസാക്കി രണ്ടാൾക്കാരാണ്. ഫിനോമിനൽ ഫിനിഷിങ്ങും വിൽ പവറാണ് എന്താ പറയുക നമ്മളെ ഇവനുള്ളത്. നക്കായാമക്കുള്ളത് അതാണെന്നുണ്ടെങ്കിൽ ഷിൻജി ഒക്കാസാക്കിക്കുള്ളത് ഫിനോമിനൽ ഫിനിഷിങ്ങും ബുള്ളറ്റ് ഹെഡറുമാണ്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് വേറെ ഇതല്ല, നമ്മളെ ഷോർട്ട് ടൈമാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ പാക്കിൻ്റെ പേര്? ബ്രസീലിയാരോ ബെഡാണോ, മൊത്തം ബ്രസീലാണ് തോന്നുന്നുണ്ട്. എന്താ പറയുക, പ്ലാറ്റ എന്താ പറയുക ആക്സലേഷൻ ബസ്സിലും ലോസ് ക്രീമറിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിദോൺ വന്നിരിക്കുന്നത് ഫിനോമിനൽ പാസ്. ആ പാസിങ്ങനെ നല്ല അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കൂടി ആകുമ്പോൾ പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ആൻ്റോണിയോ വിഷണറി പാസ്. പിന്നെ ക്രോസിങ്ങിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബെന്താനോട് ജോലി ജുബ എഡ്ജഡ് ക്രോസിങ്. പിന്നെ ഇറ്റാലിയൻ്റെ ഇത് വന്നിട്ടുണ്ടോ? ഇറ്റാലിയൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്താ പറയുക നമ്മളെ എന്താ പറയുക, ഇറ്റാലിയൻ ലീഗില്ലേ, ഇറ്റാലിയൻ ലീഗിലത്തെ കുറച്ച് ആൾക്കാർ വന്നിക്കണം. ക്രിസ്ത്യൻ പുൾസിച്ച്, ടൊമിനൈ, നിക്കോ പാസ്, എഡേഴ്സൺ, ബ്രമർ ഡോഡോ, നോനോ ടെവേസ്, റിക്കാർഡോ സിലോണി, മേനോ ഹെമാവോ, അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിക്കണേ. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുക. നമ്മൾ വന്ന അതേ ആൾക്കാർ തന്നെ വരുള്ളൂ, എനിക്ക് ഉറപ്പാണ് ഗൈസ്. നമ്മൾ പറഞ്ഞ ആളെ തന്നെ സെർലോത്തും ചൗമനും വന്നിക്കണേ. പിന്നെ നമ്മൾ മാർക്കിഞ്ഞോസ് അല്ലല്ലോ അല്ലേ പറഞ്ഞിട്ടുണ്ട്? ശരിയാണ്, നമ്മൾ മാർക്കിഞ്ഞോസ് അല്ല പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. അല്ല, ഒഷിമൻ ആൾ ഇവിടെ ഉണ്ട്, ആൾ എടുക്കുമ്പോൾ ഇല്ല. നമ്മൾ പറഞ്ഞ അതേ പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരുന്നവരും വന്നു അതേ പ്ലെയർ ഓഫ് ദി വീക്ക്. ഫൈറ്റിംഗ് സ്പിരിറ്റാണ് നമ്മളെ സെർലോത്തിനുള്ള. ലോങ് റേഞ്ച് കോളറാണ് ചൗമനിക്കുള്ളത്. ഫസ്റ്റ് ടൈം ഷോട്ട് മാർക്കിഞ്ഞോസ് ക്ലിയർ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ ആൾക്കാരായിട്ട് തന്നെ വെടിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്ലെയർ ഓഫ് ദി വീക്ക് ലാമിയമാൽ, സരീബ, ഹ്യൂഗോ എക്കിറ്റിക്കെ, ഒരു ഹൾക്കും കൂടി ഉണ്ടാണല്ലോ. റൊമിനിങ് അല്ല, ഹൾക്കില്ല ഗൈസ്ബല്ല, ലുക്കാക്കുതാ. ആ ഒരു വരുന്ന രൂപ ഷർട്ട് ഇങ്ങനെ കീറാക്കണ ഒക്കെ പറഞ്ഞിരിക്കണ. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ബാർക്കോള, പവലോവിച്ച്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ തന്നെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കണേ. പിന്നെ നോക്കണമെങ്കിൽ ഇത് എന്താ പറയുക, ഒരു 40 പ്ലേയേഴ്സുള്ള ജെ ലീഗ് 100. ഇത് ഞാനും കറക്കാൻ പോണില്ല ഇതിലൊന്നും. അതായത് പക്ഷേ ന്യൂ കാർഡാണ്. ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ അതാ നമ്മളിന്ന് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടാൻ പോണ ആളുടെ പേര് ഫെർമിൻ ലോപ്പസ്. അറിയാലോ, ഫെർമിൻ ലോപ്പസ് ആവും നമുക്ക് ഇപ്രാവശ്യം കിട്ടാൻ പോണ പ്ലെയർ എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫുട്ബോൾ ലീഗ് കളിക്കുമല്ലോ, ഈ ഫുട്ബോൾ ലീഗിനെ. അപ്പോൾ നമ്മൾ മിക്കവാറും ഇന്ന് നമ്മൾ രാത്രി ലൈവ് ഉണ്ടാവും കേട്ടോ. റോഡ് ടു ഗ്ലോറി ഡിവിഷൻ 5 ഇപ്പോൾ. ഡിവിഷൻ 1 നമ്മളെത്തും. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇവനെടുക്കണം, ഡിവിഷൻ 1 കയറണം. പിന്നെ നമുക്ക് നോമിനേറ്റിംഗ് കോൺട്രാക്ട് പുതിയത് വന്നിട്ടുണ്ട്. നമുക്ക് മൊത്തമായിട്ട് നോക്കാം. ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാറും കേസ്. സോബോസ്ലായ്, ഓന് റാഫേലിയാവോ, അറൗഹോ. പിന്നെ നമുക്ക് അറിയണ ആൾ വെക്കുമ്പോൾ അങ്ങനെയായിട്ട് ആരില്ല. എംബാപ്പേൻ്റെ അനിയൻ ഇതൻ എംബാപ്പേ, ഞാൻ തരാം എടുക്കാൻ തരാം. ഇതൻ എംബാപ്പേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൻ എംബാപ്പേൻ്റെ അനിയൻ ലൂസ്കിന് വേണ്ടി കളിക്കുന്ന ഓൾ പ്ലെയർ കാർഡാണ് വന്നിട്ടുള്ളത്. നല്ലതാവും എന്ന് തോന്നുന്നു. ഏതൻ എംബാപ്പേൻ്റെ മാച്ചൊരു കളി വരുമോ? റൈറ്റ് മിഡിൽ ഫീൽഡർ കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് അതൊക്കെ തന്നെയാണ്. ഇതിൽ തിയോ ഉണ്ടല്ലേ, അൽ ഹിലാലിന് വേണ്ടി തിയോ ഉണ്ട്. ആദ്യമുള്ള തന്നെയാണ് ഗൈസ്.
ഇതൊക്കെ ആദ്യമുള്ള തന്നെയാണ്. ഇത് ഇപ്പോഴത്തെ വന്നല്ലേ, ഇതിപ്പോഴത്തെ വന്നാൽ തോന്നുന്നുണ്ട്. ലീഗ് സെലക്ഷൻ മറ്റേ റൊണാൾഡോ ഒക്കെ ഉള്ള പോക്കിയിട്ട് ഇപ്പോൾ ഇന്ന് വന്നാണ്. ഫിൽ ഫോഡൻ, ഹിൻകിപ്പെ, എമിലിയാനോ മാർട്ടീനസ്, പിന്നെ എമിലിയാനോ മാർട്ടീനസ് പിന്നെ നമുക്ക് അറിയണമെങ്കിൽ വേറെ ആരും ഇല്ല. നിങ്ങൾക്ക് ആരാണുള്ളത്? കൊലമൗണി ഉണ്ട് കേട്ടോ, ലാസ്റ്റ് കൊലമൗണി ഉണ്ട്. പിന്നെ വേറെ ഏതും വന്നിട്ടില്ല. ഇതൊക്കെ ആയാലും കുട്ടികളെ കിട്ടിയിട്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പെരുത്തണ്ട് കറക്കി വിടുകയാണ്. അപ്പോൾ ഞാൻ പറയാം, ഈ ബാക്ക് ഇറ്റാലിയൻ ലീഗ് അറ്റാക്കേഴ്സ് കറക്കേണ്ടവരുണ്ട്, ഇതിൽ കറക്കിക്കൂടി. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ കിട്ടിയ പുളിയാണ്. ഇതൊരു പാക്ക് ഓപ്പണിംഗ് ഉണ്ടാവും ഇതിൽ, ഉറപ്പാണ്. 100 റുപ്യ ഉള്ളൂ, അല്ലെ 200 റുപ്യക്ക് കറക്കേണ്ടി വരും. അങ്ങനത്തെ അല്ലേ നമുക്ക് കഴിയുള്ളൂ. പിന്നെ മാച്ചിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വന്നു കൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ടൂർണമെൻറ്റ് ഇൻ്റർമിലാനെ ഇവൻസ് PvP നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 പോയിൻറ്റ്സിൻ്റെ വന്നിട്ടുണ്ടോ. നമ്മളെന്തായാലും കളിക്കും, അതുകൊണ്ട് നമുക്ക് 50 പോയിൻറ്റ്സിൻ്റെ അതിൽ നിന്ന് ജോയിൻ ചെയ്ത് വെക്കാം. ഞാൻ കളിച്ചുകൊണ്ട് പിന്നെ ഇന്ന് രാത്രി ലൈവ് ഉണ്ടാവും. റോഡ് ടു ഗ്ലോറിയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതൊക്കെ PvP അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. AAയിൽ കുറച്ചും കൂടി ഉണ്ടാവും. ഗൈസ് പ്ലെയർ ഓഫ് ദി വീക്ക് സ്പിൻ ചെയ്യാനുള്ളത് അത് നമ്മൾ എടുക്കും. ഇത് ഒക്കെ എടുക്കണതാണ്. പ്ലെയർ ഓഫ് ദി വീക്കിനുള്ള 2 ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളതൊക്കെ തിങ്കളാഴ്ച ഒക്കെ വന്നു തന്നെയാണ്. പിന്നെ ലീഗ് പോക്കണല്ലേ, ഈ ഫുട്ബോൾ ലീഗ് നോക്കുകയാണെങ്കിൽ PvP കയറാം. നമ്മൾ ഡിവിഷൻ 5 അല്ലേ, നമ്മൾ തുടങ്ങണ്ടാവും. നമ്മൾ ഇന്ന് ഇത് ഡിവിഷൻ 3 എങ്കിലും ആക്കിയെടുക്കണം, അല്ലെങ്കിൽ ഡിവിഷൻ 4 എങ്കിലും നമ്മൾ ഇന്ന് ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ആക്ട് ചെയ്യാം. മാച്ച് പാസ് വന്നിട്ടില്ല. മാച്ച് പാസ് എന്ത് ഗൈസ് വന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കും മാച്ച് പാസ് ഒന്നും വന്നിട്ടില്ല. എന്നിട്ടാ ടോട്ടൽ പോയിൻറ്റ്സ് 300-ൽ 150 ആണ്. 300-ൽ 150 നമ്മുടെ അടുത്ത് കിട്ടാം. അപ്പോൾ ഇനിയും 3.5 കോടിക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എടുക്കേണ്ടവർ എടുക്കാം, നമ്മൾ എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാവർക്കും ഒന്നും കയറാം. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ഏതെടുക്കുക? ബൂസ്റ്റർ എടുക്കണതാണ് നല്ലത്. പിങ്കുമാണ്, ബൂസ്റ്ററൊക്കെ കുറവാണ്, സെലക്ഷൻ ബൂസ്റ്ററൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോറി, അങ്ങനല്ല, അത് ശരിയല്ല, ഇന്നത്തെ വീഡിയോ അല്ല. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി ലൈവാണ്. എല്ലാവരും കയറുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോക്കുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോകണേ. ടാറ്റാ.